ഇന്നത്തെ ചർച്ചയിൽ KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ചർച്ചയായിട്ടുണ്ടാകില്ല. പക്ഷേ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ, രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്നാണ് കേൾക്കാനാകുന്നത്, അതിലൊരു തീരുമാനം ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യത്യസ്ത നിലപാടെടുക്കാൻ സാധ്യമല്ല. മറ്റു സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ പുനഃസംഘടനയുണ്ട്. ഇനിയിപ്പോൾ സുധാകരൻ തന്നെ പരസ്യമായി പറഞ്ഞത് എന്നെ മാറ്റുന്നെങ്കിൽ ASSC തീരുമാനിച്ചാൽ എനിക്കതിൽ എതിർപ്പില്ല എന്നുള്ളതാണ്. പിന്നെ അത് സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യമായി എന്തിനാണ് ഇങ്ങനെ നേതാക്കൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ കാലത്തേക്കുമാണോ സുധാകരൻ? അങ്ങനെയാണോ? നോക്കൂ സ്മൃതി, KPCC പ്രസിഡന്റ് ആരാണെന്ന് നോക്കിയിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആര് KPCC പ്രസിഡന്റ് ആയാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു വിഷയമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സ്റ്റേറ്റ് കേരളമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന വയനാട്, രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്തിരുന്ന വയനാട്, അതുമാത്രമല്ല 5 വർഷം ഉറച്ച ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്ന അപൂർവ സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ആ കേരളത്തിലെ 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു കഠിന ശ്രമത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇന്നത്തെ യോഗം ഡൽഹിയിൽ ചേർന്നത്. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഈ 30 പേരെ ഒരിക്കലും കോൺഗ്രസിൻ്റെ നേതൃയോഗം വിളിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനില്ല. 30 പേരെന്നല്ല, ഇപ്പോഴത്തെ പോലെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചിട്ട് അതിലെല്ലാം തീരുമാനമെടുക്കുക. അത് AICC തീരുമാനിച്ച് പത്രഭാഷയിൽ വേണമെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും, അത് അംഗീകരിക്കണം, അത്രേ ഉള്ളൂ. അത് ആരാവണം എന്നുള്ളത് അടുത്ത വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റുവോ എന്നുള്ള പോലും നമുക്കറിയില്ല. കാരണം KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആരും ഇതുവരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഏതൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സംഘടന കൂടുതൽ ഊർജിതമാകണം എന്നുള്ള ചിന്താഗതി വരികയും മാധ്യമങ്ങൾ വിഷയങ്ങൾ ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതിയ നേതാവ് വരട്ടെ എന്നൊരു ചിന്ത ഉയർന്നു വരാറുണ്ട്. അത്തരം ചിന്തകളിലായിരിക്കും നമ്മൾ ഈ ചർച്ച കൊണ്ടു നടക്കുന്നത്. അതിലിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം A or B ആര് KPCC പ്രസിഡന്റ് ആയാലും അത് ഇലക്ഷനെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. കാരണം ഇതിനു മുമ്പ് പ്രഗത്ഭരായ KPCC പ്രസിഡന്റുമാരും അത്രത്തോളം പ്രശസ്തരല്ലാത്ത PCC പ്രസിഡന്റുമാരും നയിച്ച കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ തൃശ്ശൂരിലാണല്ലോ ഇരിക്കുന്നത്. തൃശ്ശൂരിൽ DCCക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ആ പ്രസിഡന്റ് ഇല്ലാത്ത കാലത്താണ് CPM ഭരിക്കുന്ന നാട്ടിക നിയോജക മണ്ഡലത്തിലെ നാട്ടിക പഞ്ചായത്തിലെ ഒരു വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. DCC പ്രസിഡന്റ് ഇല്ലായിരുന്നു, ഇവിടെ കോൺഗ്രസ് അനാഥമായിരുന്നു എന്നുള്ള ഒരു പഴി കേട്ടിരുന്ന കാലത്ത് അവിടെ CPMൻ്റെ സീറ്റ് കോൺഗ്രസിലെ വനിതാ നേതാവ് ബിനു ഏതാണ്ട് 100-200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. ഒരു നേതാവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആര് തലപ്പത്ത് വന്നാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. പിന്നെ സ്മൃതി, വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനത് പൊതുവായി പറയുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ KPCC പ്രസിഡന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശരി, അടുത്ത മാസം ആദ്യം CPMൻ്റെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. ആരാണ് പാർട്ടി സെക്രട്ടറി ആവുക ഒരു പത്രത്തിനും ഒരു ചാനലിനും ചർച്ച ചെയ്യണ്ടേ? എന്താ നിങ്ങൾ തീരുമാനിച്ചോ ആരാ സെക്രട്ടറിന്ന്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് അദ്ദേഹമായിരിക്കും എന്നുകൂടി പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയനാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. CPMനെ സംബന്ധിച്ച് അതാണല്ലോ പ്രധാനം. അല്ല, പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടി സെക്രട്ടറി ആരായിരിക്കുമെന്ന് ഒരു ചാനൽ പോലും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഇതായിട്ട് പറയല്ല. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ അടിച്ചേൽപ്പിക്കലാണ്, തീരുമാനമാണ്. കോൺഗ്രസ്സിൽ ഇതുപോലെ 30 പേരെങ്കിലും കൂടിയിരുന്നൊരു യോഗം ചേരുമ്പം ആ 30 പേര് ചർച്ച ചെയ്യും എന്നെങ്കിലും പറയുന്ന വലിയ കാര്യമാണ്. അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസിലുണ്ടല്ലോ. അത് കോൺഗ്രസിന്റെ ഒരു സ്വഭാവമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരുന്നേ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടിക്ക് ഭരണപക്ഷത്തേക്ക് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്രതിപക്ഷ പാർട്ടിക്ക് ഭരണപക്ഷത്തേക്ക് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോൾ റോഡ് മാപ്പ് ഒക്കെ പറഞ്ഞല്ലോ. എന്താണ് നിങ്ങളുടെ റോഡ് മാപ്പ് എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. ശ്രീകുമാർ, ഞാൻ വരാം. NP ചേക്കുട്ടി വരാം. അല്ല സ്മൃതി, അല്ല ഒരു മിനിറ്റ്, അതായത് ഒറ്റ മിനിറ്റ്. അതായത് സ്മൃതി പറഞ്ഞ കാര്യത്തിൽ ഈ 30 പേരിൽ 4-5 നേതാക്കൾ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ കേട്ടോ.
ബാക്കി നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. എത്രയോ വനിതാ നേതാക്കൾ അതിൽ പങ്കെടുത്തു. പ്രാതിനിധ്യ സ്വഭാവമുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ യോഗം ഡൽഹിയിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതല്ല, KPCC പ്രസിഡന്റിനെ പോലെ പ്രധാനപ്പെട്ട പദവിയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അത് നമുക്ക് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അവിടെ ആര് വരും എന്നൊരു ചിന്ത നമുക്ക് വേണ്ടേ? പ്രത്യേകിച്ച് ലാൽകുമാറൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അവിടെ അത് തീരുമാനിച്ചു കഴിഞ്ഞോ? ഗോവിന്ദ മാഷ് തന്നെ സെക്രട്ടറി തീരുമാനിച്ചു കഴിഞ്ഞോ? പാർട്ടി 75 വയസ്സ് പിണറായി വിജയന് ഇളവ് കൊടുക്കുന്നു പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ തീരുമാനം അതായിരിക്കും. പാർട്ടിക്ക് ഒരേ ഒരു നേതാവ് മതി, ഒരേ ഒരു സെക്രട്ടറി മതി, നേതാവ് ഇഷ്ടപ്പെടുന്ന സെക്രട്ടറിന് വേണ്ടു, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള സെക്രട്ടറിയെ വേണ്ടു. ഇതാണെങ്കിൽ നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ട. ശരി. Debate with Smriti Parithikar.